ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യയ്ക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉരുളക്കിഴങ്ങ് കൂട്ടുകറിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. ഒരു 10-20 ചെറിയ ഉള്ളിയുണ്ട്, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. തീരെ ചെറുതായിട്ടല്ല, അത്യാവശ്യം വലുപ്പത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഞാനിവിടെ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാകാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഈ കൂട്ടുകറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് ഈ തേങ്ങ വറുത്ത് അരച്ചെടുക്കുന്ന അരപ്പാണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഈ ഉരുളൻകിഴങ്ങിലേക്ക് നമുക്കിനി ഒരു തക്കാളിയും കൂടെ കട്ട് ചെയ്ത് അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പെരുംജീരകം ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പൊടികളെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്കിത് അടച്ചു വയ്ക്കാം. കൂട്ടുകറി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി ഞാനിവിടെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 വറ്റൽമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കൂട്ടുകറിയിലേക്ക് താളിച്ചത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്